ദൈവനാമത്തിന് മഹത്വം. സ്നേഹമുള്ളവരെ, ഈ നോമ്പുകാല പ്രാർത്ഥനകളിൽ നമുക്ക് ദൈവത്തോട് ഒരു കാര്യം കൂടി ആവശ്യപ്പെടാം. ദൈവമേ, നീ എനിക്ക് നൽകിയത് എല്ലാം ശ്രേഷ്ഠവും പര്യാപ്തവുമാണെന്നും അവരിന് നൽകുന്ന അനുഗ്രഹങ്ങൾ എനിക്ക് സന്തോഷവും ആനന്ദവുമാണെന്നുമുള്ള ഒരു വിവേകം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പരിധിവരെ നമ്മുടെ മാനസികമായ ക്ലേശങ്ങളും കലഹങ്ങളും ഒക്കെ മാറുവാൻ ഈ പ്രാർത്ഥന പരിഹാരമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ യേശുക്രിസ്തു പോലും ഈ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട ഒരു വീട്ടുടയവനോട് സദൃശ്യം എന്ന് പറഞ്ഞുകൊണ്ട് അനുഗ്രഹപ്രദമായ ഒരു ഉപമ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പല സമയങ്ങളിലായിട്ട് ജോലിക്ക് വന്നവർക്ക് ലഭിക്കുന്നത് ഒരേ പ്രതിഫലമാണ്. ഏറ്റവും അവസാനം വന്നവർക്ക് ലഭിച്ച കൂലി കണ്ടപ്പോൾ ആദ്യം വന്നവർ പിറുപിറുക്കുന്നുണ്ട്. അവിടെ ക്രിസ്തു പറയുന്നു, ഓർമ്മിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: നിന്റേത് വാങ്ങി പോയിക്കൊള്ളുക എന്ന്. തരുന്നത് ദൈവമല്ലയോ? അപ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠവും പര്യാപ്തവുമാണെന്നുള്ള ഒരു ബോധ്യം ഏതൊരു മനുഷ്യനും ഉണ്ടാകണം. സെയിന്റ് ഐസക് ദ സിറിയൻ ഇപ്രകാരം പറയുന്നുണ്ട്: Do not be saddened when you see someone honored above you. Rejoice with him, and grace will dwell with you. നിന്നേക്കാൾ മറ്റുള്ളവര് ബഹുമാനിക്കപ്പെടുന്നത് കണ്ടാൽ ദുഃഖിക്കരുത്, അവനോടൊപ്പം സന്തോഷിക്കുക. അങ്ങനെ ചെയ്താൽ ദൈവകൃപ നിന്റെ ഉള്ളിൽ വസിക്കും. മതിയെന്ന് ദൈവകൃപയ്ക്ക് വേണ്ടിയല്ലയോ നമ്മളൊക്കെ ജീവിക്കുന്നതും? നമ്മുടെ ഏറ്റവും മൂല്യമായ ആവശ്യം എന്ന് പറയുന്നത് ദൈവകൃപ തന്നെയാണ്. ആ ദൈവകൃപയുണ്ടെങ്കിൽ ജീവിതത്തിൽ നമുക്കെല്ലാം തൃപ്തിയോടെ അനുഭവിക്കുവാൻ സാധിക്കും. ആ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് മുൻപോട്ട് നയിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ നോമ്പ് കാലങ്ങളിൽ ബാഹ്യമായ ചട്ടങ്ങളല്ല, ആന്തരികമായ മനുഷ്യനെ കൂടി ഒന്ന് ചിട്ടപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നാഥ, അങ്ങ് എനിക്ക് തന്നത് ശ്രേഷ്ഠവും പര്യാപ്തവുമാണെന്നും അവരിന് നൽകുന്ന അനുഗ്രഹങ്ങൾ എനിക്ക് സന്തോഷമായി തീരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ഇവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.